അരുണിനോട് ഇതാര് പറഞ്ഞു? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമല്ലേ? അപ്പു എന്ന പേര് തന്റെ ഫ്രണ്ടിന് ഇപ്പോഴാ ശരിക്കും ചേരുന്നേ. അല്ല, തനിക്ക് ഈ സംഭവം നേരത്തെ അറിയായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. നേരത്തെ എന്ന് വെച്ചാ ഒരുപാട് മുൻപേ അറിയായിരുന്നോ? അപ്പോ ഇക്കാര്യം ആദ്യം ഷെയർ ചെയ്തത് എന്നോടായിരുന്നു. അപ്പോ അത് അറിഞ്ഞു വെച്ചിട്ടും താൻ പിന്നെ ആ കുട്ടിയുടെ കൂടെ ചുറ്റിക്കറങ്ങാനും റൂം ഷെയർ ചെയ്യാനും തയ്യാറായി അല്ലേ? യെസ്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ അരുണ്? താൻ എന്തെന്നെ കളിയാക്കാണോ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെ കൂടെ ഇത്രയും ഇന്റിമസിയോടെ പെരുമാറിയ എന്താ അതിനർത്ഥം? എന്തർത്ഥം? ഞാൻ നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നൊരർത്ഥേ ഉള്ളൂ അതിന്. നോ, മറ്റ് പലരും കാണുന്നത് അങ്ങനെ ഒരു അർത്ഥത്തിലാവണമെന്നില്ല. മറ്റു പലരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. അരുൺ എങ്ങനെയാ കാണുന്നത് അത് പറയൂ ആദ്യം. സി മാളവിക, അല്ലെങ്കിൽ തന്നെ ക്യാമ്പസിൽ നിങ്ങളെക്കുറിച്ച് ഓരോരുത്തർ പറയുന്ന കഥകൾ കേട്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ. അതിൻ്റെ കൂടെ ഇതും കൂടി കേൾക്കുമ്പോൾ സത്യം പറയാലോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്കും അളിയനും ഈ റിലേഷനിലുണ്ടായിരുന്ന എല്ലാ താല്പര്യവും പോയി. എന്നിട്ടും ഞാൻ വാശി പിടിച്ച് നിൽക്കുന്നോണ്ടാ അവരിപ്പോഴും പകുതി സമ്മതത്തിൽ നിൽക്കുന്നത്. എങ്കിൽ അരുൺ അവരോട് പറയേ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ റിലേഷന് സമ്മതിക്കണ്ടെന്ന്. മാളവിക, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അരുണിനും ഇയാളുടെ വീട്ടുകാർക്കും എന്നെയാണോ വിശ്വാസം, അതോ എന്നെ അപ്പുവിനെയും കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവരെയാണോ? അത് പറയേ. ഓക്കെ ഓക്കെ, ഞാനൊരു തർക്കത്തിനില്ല. ഒറ്റ കണ്ടീഷൻ, നമ്മുടെ റിലേഷൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇയാൾ സമ്മതിക്കണം. ഇനി അപൂർവയുമായി തനിക്ക് പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഐ മീൻ, കണ്ടാൽ ഒരു ഹായ് ബായിക്ക് അപ്പുറം ഒരടുപ്പവും വേണ്ടാന്ന്. പിന്നെ ആ കുട്ടിയുമായി ബുള്ളറ്റ് കറങ്ങാനോ ഷോപ്പിങ്ങിന് പോവാനോ ഒരുമിച്ച് റൂം ഷെയർ ചെയ്യാനോ. സ്റ്റോപ്പ് ചരുൺ, ഇനി പറയണമെന്നില്ല. സംസാരം തുടങ്ങിയപ്പോഴേ തോന്നിയിരുന്നു ഇയാൾ ഇവിടേക്ക് തന്നെയാ വരുന്നതെന്ന്. തുറന്നു പറഞ്ഞതില് ഒരുപാട് സന്തോഷം. ഇത്ര കഷ്ടപ്പെട്ടും കണ്ടീഷൻസ് വെച്ചും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ മിസ്റ്റർ അരുൺ ഭാസ്കർ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. ഞാനോ എന്റെ വീട്ടുകാരോ അല്ല ഈ പ്രപ്പോസലിന് മുൻകൈ എടുത്ത് ആദ്യം വന്നത്. ഉടനെ ഒരു വിവാഹം എന്നുള്ളത് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും ഈ പ്രപ്പോസലിന് ഞാൻ സമ്മതം പറഞ്ഞത് എന്റെ അപ്പുവിന്റെയും റിലേഷൻ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടാ. എന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ അരുണായിട്ട് തന്നെ തെളിയിച്ചു തന്നു. സന്തോഷായി. മാളവിക, ഞാൻ സോറി അരുൺ, ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. പറഞ്ഞല്ലോ, കണ്ടീഷൻസ് വെച്ചുള്ള ഒരു അഫെയറോ റിലേഷനോ എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി ഇതും പറഞ്ഞ് ഇയാളോ ഇയാളുടെ വീട്ടുകാരോ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. അങ്ങനെ വന്നാലും ഞാൻ ഈ ബന്ധത്തിന് ഇനി സമ്മതിക്കില്ല. ഓ, തനിക്കിപ്പോ അവളെ അല്ല, അവനെ മതിയല്ലോ എല്ലാത്തിനും. അതിന്റെ അഹങ്കാരമായിരിക്കും. താങ്ക്സ്. തനിക്കല്ല, അപ്പൂന്. കാണുമ്പോഴുള്ള ഈ അയ്യോ പാവം ലുക്കിനപ്പുറം ഇയാളൊരു ഫ്രോഡാണെന്ന് അപ്പു എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് താൻ തന്നെ ഇപ്പൊ തെളിയിച്ചു. ഗുഡ് ബൈ. പോയിട്ട് എന്തായി? ഡോക്ടറെ കണ്ടോ?
കണ്ടു. എന്താ ഡോക്ടറിന്റെ അഭിപ്രായം? നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ പറയുന്നു. എന്നുവെച്ചാ? എന്നുവെച്ചാൽ എന്താ? അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ ജീവിക്കാൻ വിടുന്ന നല്ലതെന്ന്. അയാൾക്ക് അങ്ങനെയൊക്കെ പറയാം. എന്നുവെച്ചാൽ നമുക്കങ്ങനെ പറ്റില്ലല്ലോ. കുറച്ചുകൂടി എക്സ്പെർട്ടായ ഒരു ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു. എൻ്റെ പരിചയത്തിൽ അങ്ങനെ ചിലരുണ്ട്. നല്ല കൗൺസിലിംഗ് കിട്ടിയാൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഈ പ്രോബ്ലം. ചായ എടുക്കട്ടെ? വേണ്ട. അപ്പോ ഇവിടെ എന്താ, അവളിവിടെ ഇല്ലേ? ഉണ്ട്, റൂമിലുണ്ട്. മാളുണ്ടോ കൂടെ? ഇല്ല, അവൾ തനിച്ചാ. അതെ, ഇപ്പൊ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? അത് വേണ്ട.